നൈജീരിയൻ സംഘം പ്രതികളായ ലഹരി മാഫിയ കേസിൽ പ്രതികളെ ഇന്റലിജൻസ് ബ്യൂറോ ചോദ്യം IB ഈ ലഹരി മാഫിയ കേസിൽ പിടിച്ച നൈജീരിയക്കാരെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തയുമായിട്ടാണ് കോഴിക്കോട് നിന്ന് ദീപക് തരമണം ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യു ആർ വെൽക്കം ടു പള്ളാത്തുരുത്തി. അറിയാമല്ലോ, BBC-യുടെ കേന്ദ്രമാണ്. പള്ളാത്തുരുത്തി SKN ആഘോഷിക്കൂ. ആഷ്മി, വിജയകുമാർ, എല്ലാവർക്കും ആശംസകൾ. അടിച്ചു പൊളിക്കുക, ഗംഭീരാക്കുക. അപ്പോൾ SKN ഇതൊരു ഗംഭീര വാർത്തയാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചോദ്യം ചെയ്തു. അതിലും നർക്കോട്ടിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്സ് ആണ്. ഹൈദരാബാദ് യൂണിറ്റിൽ നിന്നാണ്, അതായത് IBയുടെ സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോന്റെ ഹൈദരാബാദ് യൂണിറ്റിൽ നിന്നാണ് കോഴിക്കോട് എത്തി ഈ നൈജീരിയക്കാരെ ചോദ്യം ചെയ്തത്. SKN അറിയാവുന്നതാണ്, ഈ നൈജീരിയൻ സംഘം വളരെ നേരത്തെ തന്നെ, അതായത് അതിലെ പ്രതികളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഡേവിഡ് എന്ന് പറയുന്ന ആൾ എത്തിയത് 2010-ലാണ്. മാത്രമല്ല ഇവരാരും തന്നെ വിസയില്ലാതെയാണ് എത്തിയത്. അതുപോലെ റൊമാനിയോസ് 2019, ഹെൻറി 2014. ഇവരുടെ വലിയൊരു സംഘമുണ്ട്. ഇവരെക്കാൾ കൂടുതൽ വലിയ ശൃംഖലയുണ്ട്. ഇത് തെക്കൻ നൈജീരിയയിലാണ്. നൈജീരിയയിൽ നിന്നും അവർ ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ തന്നെ ഈ ലഹരി ഉൽപ്പാദനം നടത്തുകയാണ്. അതായത് ഇന്ത്യയിലേക്ക് ലഹരി കടത്തുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. മറ്റു വിദേശ രാജ്യത്തു നിന്നുള്ള കടത്തൽ നമ്മുടെ കടൽ തീരത്തൊക്കെയുള്ള ജാഗ്രത കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരിവിടെ തന്നെ കുക്ക് ചെയ്യുകയാണ് ഈ രാസലഹരി. ആ സംഘത്തെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് പിടികൂടിയത്. അതിന് വലിയ മാനമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ IBക്ക് കിട്ടി എന്നുള്ളത് കൂടി നമുക്ക് ലഭിക്കുകയാണ്. ഇവർ വിഘടനവാദികളാണ്. അതായത് നൈജീരിയയിലെ, തെക്കൻ നൈജീരിയയിൽ വിഘടനവാദികളാണ് ഇവർ എന്നുള്ള നിർണായകമായ വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ IBയുടെ ചോദ്യം ചെയ്യലിലൂടെ കിട്ടിയിരിക്കുന്നു. മാത്രമല്ല കേരള പോലീസും വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെ ഇവരെ കണ്ടെത്തിയതിനു ശേഷം ഈ കേസിൻ്റെ മാനം വലുതാണെന്ന് മനസ്സിലാക്കി കേന്ദ്ര ഏജൻസിയെ വിവരം അറിയിച്ചു. FRROയ്ക്ക് ഇവരുടെ വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു. FRROയുടെ അന്വേഷണവും പരിശോധനയും തുടരുകയുമാണ് SKN. ഏതായാലും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവിൻ്റെ ഈ ചോദ്യം ചെയ്യൽ ഈ രാജ്യത്തെ ലഹരി ശൃംഖലയുടെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതിൽ ഏറ്റവും നിർണായകമാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.